ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഫേസ് ടു ഫേസ് അല്ലേ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ പേജിൽ എനിക്ക് തോന്നുന്നു 18-ന് അങ്ങനെയാണെന്ന് തോന്നുന്നു, ഡിസംബർ 18-ന് അങ്ങനെയാണ് നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നത്. അതിനുശേഷം കുറച്ച് തിരക്കുകളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ മെയിനായിട്ടുള്ള തിരക്ക് നമ്മുടെ എൻഗേജ്മെൻറ്റ് നൈസായിട്ടൊന്ന് കഴിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ DMs വന്നിട്ടുണ്ട്, ചറപ്പറാന്ന് പറഞ്ഞ പോലെ. അങ്ങനെ അപ്പം അതൊന്ന് സോർട്ട് ചെയ്തിട്ട് ചെറിയൊരു വീഡിയോ സെറ്റ് ആക്കാനാണ് വിചാരിച്ചത്. എൻഗേജ്മെൻറ്റ് എന്നോട് കേക്കിൻ്റെ വീഡിയോസ് ഒന്നും കാണുന്നതുകൊണ്ട് കുറേ പേര് DM ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേക്ക് നിർത്തിയോ. അപ്പം കേക്ക് നിർത്തിയിട്ടൊന്നുമില്ല, ചെറിയ ചെറിയ വീട്ടിലെ പണികളും തിരക്കുകളും എല്ലാം വേണം ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. നമ്മളുടെ ബൊക്കയും പിന്നെ അതുപോലെ തന്നെ കേക്കും അത് രണ്ടും കുറച്ചൊന്ന് യൂണിക് ആയിരിക്കണം എനിക്ക് കുറച്ച് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പം ബൊക്കെ ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു ടൈപ്പാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇതുവരെ ഞാൻ ആർക്കും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ടൈമാണ്. എനിക്ക് എൻ്റെ കഴിവിൻ്റെ മാക്സിമം ഞാനിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കയറുന്നത് ലൈക്ക് കമൻറ്റും കൂടെ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ. സോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളുടെ മെറ്റീരിയൽസ് എല്ലാം നമ്മൾ SM അറിയാത്തവർക്ക് നമ്മളുടെ കോഴിക്കോടിൻ്റെ ഷോപ്പിംഗ് ക്യാപിറ്റലാണ്. അവിടുന്ന് പിന്നെ നമ്മളുടെ ബാലുശ്ശേരിയിലുള്ള ബി മാർട്ട് എന്ന സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് അധികം ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ഫസ്റ്റ് ടൈമാണ്, ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ബൊക്കെ. അത് ഞാനിങ്ങനെ ക്രിസ്ത്യൻ ബ്രൈഡിൻ്റെതെല്ലാം ഒക്കെ ഇങ്ങനെ റെഫർ ചെയ്തപ്പം അതിലെന്തോ കണ്ട് ലൈക്കായി. അപ്പോൾ എനിക്ക് തന്നെ വേണമെന്നായി. പിന്നെ അത് എന്താ പറയുക, ഓർഡർ ചെയ്ത് സെറ്റാക്കുമ്പോഴേക്ക് എന്തായാലും നല്ലൊരു എമൗണ്ട് വരും. സോ എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ എന്നൊരു തോട്ട് വന്നതുകൊണ്ട് ഞാൻ കുത്തിരങ്ങോട്ട് ഉണ്ടാക്കി, അത്ര തന്നെ. സോ നമ്മൾ ഗ്ലൂ ഗണ്ണൊന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് എല്ലാം ഒരു എന്താ പറയുക, ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെയാണ് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സംഭവം എല്ലാം സെറ്റാക്കി എന്താ പറയുക, അത് ഫൈനൽ ലുക്ക് കാണുമ്പം എൻ്റെ മൈൻഡിൽ തന്നെ എന്താ പറയുക, ഞാൻ വിചാരിച്ചൊരു സംഭവം തന്നെ എനിക്ക് സെറ്റാക്കാൻ പറ്റി. ഒരു ഡീമെറിറ്റ് പറയുകയാണെങ്കിൽ നമ്മളെ ഈ ഒരു പിടിയില്ലേ, ഹാൻഡിൽ, അത് സംഭവം കുറച്ചൊന്ന് കൂടിപ്പോയി, അത്രയേ ഉള്ളൂ, വേറെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ബൊക്കെ സെറ്റാക്കി വെച്ചു. ബൊക്കെയൊക്കെ കുറച്ച് ദിവസം മുന്നേ സെറ്റാക്കി വെച്ചായിരുന്നു കേട്ടോ. അതിൽ പിന്നെ വേറൊന്നും ഇല്ലല്ലോ. ഇനി ഉള്ളത് ഹാമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് ചോക്ലേറ്റ് ഒന്നും അത്രയും കുറേ നേരത്തെ സെറ്റാക്കി വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പരിപാടീൻ്റെ തലേന്നാണ് മോർണിംഗ് ആണ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഒന്നുമില്ല, ജസ്റ്റ് ചോക്ലേറ്റ് സെറ്റാക്കി ജസ്റ്റ് കവർ ചെയ്തു എടുത്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മളുടെ ഹാമ്പർ ഡ്രസ്സിൻ്റെ ആയിരുന്നു കേട്ടോ. അത് എനിക്ക് തലേന്നാണ് സംഭവം കിട്ടുന്നത്. ദെൻ നമ്മളൊരു ചെറിയൊരു ബാഗിൽ വെച്ചിട്ട് പിന്നെ കുറച്ച് ചോക്ലേറ്റും ആ ഒരു ടോപ്പറും കൂടെ വെച്ചിട്ട് സെറ്റാക്കി എടുത്തു കേട്ടോ. പിന്നുള്ളത് കേക്ക് നമ്മൾ ഡമ്മി യൂസ് ചെയ്തതും പിന്നെ പാസ്ട്രിയാണ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. ഫ്ലേവർ നമ്മൾ ബട്ടർ സ്കോച്ചാണ് യൂസ് ചെയ്തത്. അപ്പം ഞാൻ തലേന്ന് കേക്ക് പാസ്ട്രി ഒക്കെ സെറ്റ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചതാണ്. പിറ്റേന്ന് എങ്ങനെയൊക്കെയായിരിക്കും എന്തൊക്കെയായിരിക്കും എന്നൊന്നും ഊഹിക്കാൻ പറ്റാത്തത് കൊണ്ട്, എന്നാൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ കട്ടിംഗ് ഒന്നും നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഓൾറെഡി എല്ലാം തലേന്ന് സെറ്റാക്കി വെച്ചു. കേക്ക് പിന്നെ സെറ്റാക്കൽ എന്തായാലും അന്നേ നടക്കുള്ളൂ. അങ്ങനെ പിന്നെ എൻ്റെ ബ്യൂട്ടീസനൊക്കെ കഴിഞ്ഞ് വന്നു. ആ ഒരു ടൈം ഗ്യാപ്പിൽ ഞാൻ കേക്ക് സെറ്റ് ചെയ്യാൻ നിന്നു. പിന്നെ നമ്മളുടെ നെയിൽ എക്സ്റ്റൻഷനൊക്കെ വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ചെയ്തവർക്ക് അറിയായിരിക്കുമല്ലേ, അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കുക കേട്ടോ. പിന്നെ കേക്ക് സ്റ്റേജിലേക്ക് ആനയിക്കാൻ 2 പേരെ ഒന്ന് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാക്കി വെച്ചു. കേക്ക് ഒന്നാമത് ഫ്രിഡ്ജിലായിരുന്നു വെച്ചത്, കേക്കും പിന്നെ ഒരു സ്പേസറും. അതുകൊണ്ട് തന്നെ സ്പേസറിൽ അത്യാവശ്യം നല്ലോണം കൂളിംഗ് ഒക്കെ സെറ്റായി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ ഔട്ട്ഫിറ്റ്, മെഹന്തി, ബ്യൂട്ടീഷ്യൻ, ക്യാമറ, ദെൻ ഇവൻറ്റ് എല്ലാത്തിൻ്റെയും ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ആർക്കെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് DM ചെയ്യുക, അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. പിന്നെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങിലുള്ള വോയിസ് കേട്ടിട്ട് ആരും ചിരിക്കേണ്ട, ഒന്നുമില്ല, അത് ജസ്റ്റ് ഒന്ന് സ്പീഡ് കൂട്ടിയതാണ്. ഒന്നാമെന്താ വെച്ചാൽ അത് കുറച്ചൊന്ന് സ്ലോ ആണ്, വോയിസും ഓൾറെഡി പറയുന്നതും സ്ലോ ആയതുകൊണ്ട് അത് ഒരുപാട് ലെങ്തി ആയി പോകും വീഡിയോ, അതുകൊണ്ടാണ് കേട്ടോ. ഫൈനലി നമ്മളുടെ ഡ്രീം ഡേയിലെ ബൊക്കറ്റും അതേപോലെ കേക്കും. ഹാമ്പറിന് ഞാൻ അങ്ങനെ പറയുന്നില്ല, മറ്റേ രണ്ടും എനിക്കെന്തോ യുണീക്കാണ്. അപ്പോൾ ഇതാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ വാരി ഇങ്ങോട്ട് ഇട്ടോളി. സോ വീഡിയോ ഒക്കെ സെറ്റല്ലേ. അപ്പോൾ നമുക്ക് എൻക്വയറീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് DM ചെയ്താൽ മതി, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ന്യൂ ഇയറിന് നമുക്ക് കേക്കിൻ്റെ ഓർഡർ കുറച്ച് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീട്ടിൽ കുറച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുറേ ഓർഡേഴ്സ് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് ഇങ്ങനെയുള്ള ഓർഡേഴ്സൊക്കെ നമ്മൾ എൻഗേജ്മെൻറ്റ് 11-നായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള ഒരുവിധം ഓർഡേഴ്സൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് സെറ്റായിട്ട് പോയിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ വീഡിയോസൊക്കെ കമ്മിങ് സൂൺ വരും. അപ്പം
വീഡിയോസും നമ്മുടെ ഔട്ട്ഫിറ്റും എല്ലാം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായെന്ന് പറഞ്ഞു. താങ്ക്സ്. അപ്പോൾ പരിപാടിയുടെ കാര്യം പറയുകയാണെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ നടക്കില്ല വിചാരിച്ചൊരു പരിപാടിയായിരുന്നു. അതും ഇത്രയും കളറാവുമെന്ന് പോലും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ പ്രതീക്ഷിച്ചില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ പരിപാടി എന്തായാലും കളറാക്കി സെറ്റാക്കി തന്നതിന് ഒരുപാട് ബിഗ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഷെയറും ലൈക്കൊക്കെ ചെയ്യാം. എല്ലാ ഓപ്ഷൻ എനേബിൾ ചെയ്ത് നോക്കാം. സോ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം. ഇനി ഈ വോയിസ് ഓവർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.